ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ കൂടപ്പുറപ്പായി ജനിച്ചു പോയെങ്കിലും ഇവിളിപ്പോ ഞങ്ങളുടെ അനിയത്തിയാ. ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാം ഇവളുടെ ഏട്ടന്മാരാ. ഇവളുടെ കണ്ണൊന്നും നനയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവന്തികെ, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് സഹോദരങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? എവിടെ നിനക്കത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. പക്ഷെ ഞങ്ങളുടെ അനക്ക വിഷമിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല. അർച്ചനടുത്തി പറഞ്ഞതാ ശരി. ഞങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇനി നിനക്ക് ഈ കർമ്മങ്ങൾ ചെയ്യാം. ഇത് ഞാൻ നിന്നോട് കാണിക്കുന്ന ഔദാര്യ. തിരുമേനി, ചടങ്ങുകൾ ചെയ്തോളൂ. വേണ്ട, അങ്ങനെ നിന്റെ ഔദാര്യം കൊണ്ട് ചടങ്ങുകൾ നടക്കണ്ട. എന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടുകയും വേണ്ട. അങ്ങനെ ചെയ്താ എന്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കില്ല. അങ്ങനെ പറയല്ലേ ചേച്ചി, നമ്മുടെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാനല്ലേ. അർച്ചനേട്ടത്തി പറയുന്ന പോലെ കേൾക്ക്. നിർത്തടി. ദേ, ഇവരെക്കാളൊക്കെ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രു നീയാ. എന്നെ ഇയാൾ ഇവിടെ ഇത്രയൊക്കെ ചെയ്തിട്ടും തടയാൻ കൈയൊന്ന് ഉയർത്തിയോ നീ? കൂടപ്പിറപ്പാണ് പോലും. മിണ്ടിപ്പോരുത്. അങ്ങനെ ഇവരുടെ ദയ കൊണ്ട് ഈ ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ചേച്ചി ഇങ്ങനെ വാശി പിടിക്കുന്നത്? നമ്മുടെ അച്ഛനല്ലേ? അല്ല, എന്റെ അച്ഛൻ. എന്റെ മാത്രം അച്ഛൻ. എന്റെ അച്ഛന് മോക്ഷം കിട്ടാനുള്ള ചടങ്ങുകൾ ഞാൻ വേറെ ചെയ്തോളാം. ഈ ചിതാഭസ്മനി ഞാൻ കൈകൊണ്ട് തൊടില്ല. ഈ ചടങ്ങ് മുടങ്ങിയതിന്റെ മുഴുവൻ പാപവും നിങ്ങൾക്കായിരിക്കും. നിക്കടി. നീ പോയാലും ഈ കർമ്മം ഇവിടെ നടക്കും. ഞങ്ങൾ നടത്തും. അനകെ, ഇവളുടെ കൈകൊണ്ട് ബലിയിടുന്നതിനേക്കാൾ നിന്റെ അച്ഛന്റെ ആത്മാവ് ഇഷ്ടപ്പെടുന്നത് നിന്റെ കൈകൊണ്ട് ഈ ചടങ്ങ് നടത്തുന്നതായിരിക്കും. ഇവളും നിന്റെ അച്ഛന്റെ മകള് തന്നെയാണല്ലോ. ഈ കർമ്മങ്ങൾ ചെയ്യാൻ ഇവക്കും അവകാശമുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഇവളോടൊപ്പം ഇരുന്ന് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കാം. നിങ്ങൾ രണ്ടുപേരും ഒരാളുടെ മക്കൾ തന്നെയാണോ? അതെ തിരുമേനി. എങ്കിൽ ഈ കർമ്മത്തിന് രണ്ടാളും ഇരിക്കണം. ഒരുമിച്ചിരുന്ന കർമ്മം ചെയ്യേണ്ടത്. ഈശ്വര, ഇത് ഈ കുട്ടി നേരത്തെ പറഞ്ഞില്ലല്ലോ. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് നിന്റെ അനിയത്തിയുടെ കൂടെ കർമ്മങ്ങൾ ചെയ്യും. ഒന്ന് പോടി. നിന്റെ അച്ഛൻ ഞാൻ അനുസരിക്കാം. അതിന് ഈ അവന്തിക ഒരിക്കൽ കൂടി മരിച്ച് ജീവിക്കണം. ഞാൻ എന്റെ അച്ഛന്റെ മകളല്ലാതാവണം. അവന്തിക എന്നും അവന്തികയാടി. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ദൈവത്തിന്റെ നിയോഗം അനഘയുടെ കൈകൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യാനാ. നിനക്കതിനുള്ള യോഗമില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിന്റെ അച്ഛനോടുള്ള നിന്റെ സ്നേഹത്തിന് ഒരു തരിമ്പ് പോലും ആത്മാർത്ഥതയില്ലാന്ന്.